കിട്ടുന്നു. അതാണ് യൂസിങ് ലാൻ. നെക്സ്റ്റ് ആണ് യൂസിങ് വൈഫൈ നെറ്റ്വർക്ക്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലുള്ള ഇൻ്റർനെറ്റിനെ നമുക്ക് മറ്റ് മൊബൈൽ ഫോണുകളിലേക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും, ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഉണ്ടാവും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ യൂസ് ചെയ്ത് മറ്റൊരു മൊബൈലിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റിനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് യൂസിങ് വൈഫൈ നെറ്റ്വർക്ക്. പിന്നെ പറയുന്നതാണ് യൂസിങ് ലൈഫൈ നെറ്റ്വർക്ക്. ലൈഫൈ പുതിയ വേർഡാണ്. വൈഫൈ പോലെ തന്നെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വൈഫൈയുടെ ഫുൾ ഫോം എന്തായിരുന്നു? വയർലെസ് ഫിഡലിറ്റി. അതേപോലെ ലൈഫൈയുടെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, ലൈറ്റ് ഫിഡലിറ്റി. അതായത് ഒന്നുമല്ല, വൈഫൈ പോലെ തന്നെ വൈഫൈയുടെ ഒരു ഫാസ്റ്റ് ഓപ്റ്റിക്കൽ വേർഷനാണ് ലൈഫൈ എന്ന് പറയുന്നത്. വൈഫൈയിൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈയിലൂടെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു സ്പീഡിനേക്കാളും കുറച്ചധികം ഫാസ്റ്റായിട്ടാണ് ലൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഷെയറിങ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഷെയർ മെത്തേഡ് നമുക്ക് പറ്റുന്നത്. പിന്നെ ലൈറ്റിൻ്റെ രൂപത്തിലായിരിക്കും നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് ലൈഫൈയിൽ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുക. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള LED ലാമ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നത്. വൈഫൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈഫൈക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ എയർക്രാഫ്റ്റ്സ്, ഹോസ്പിറ്റൽസ്, എന്താ പറയുക, ഇപ്പോൾ റേഡിയോ വേവ്സൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ടാവും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അണ്ടർ വാട്ടർ, വെള്ളത്തിനടിയിൽ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലൈഫൈ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും അഡ്വാൻറ്റേജസ് നമ്മുടെ ലൈഫൈക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർനെറ്റ് ആക്സസ് ഷെയറിങ് മെത്തേഡ്സിൽ പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരുന്ന ഭാഗമാണ് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൽ നമുക്ക് എന്തൊക്കെ സർവീസുകൾ കിട്ടുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇൻ്റർനെറ്റ് വെറൈറ്റി ഓഫ് സർവീസസ് തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സർവീസസ് തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ WWW, വേൾഡ് വൈഡ് വെബ്. നമ്മൾ എന്തൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴും www എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഡാറ്റ ഇങ്ങനെ എഴുതിയിട്ട് കാണാറില്ലേ, URL എന്ന് പറയും. അപ്പോൾ ഈ WWW എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമെയിലൊന്നും വരുന്ന ഡാറ്റ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോർ ആവുമോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിന് അത് ബാധിക്കുക, അങ്ങനെയൊന്നുമില്ല. അതൊരു ക്ലൗഡ് സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നതും നമ്മുടെ ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസാണ്. പിന്നെയുള്ളതാണ്